ഓരോ കാലഘട്ടത്തിലും വീട് പണിയുടെ ഡിസൈൻസും അതിലുപയോഗിക്കുന്ന മെറ്റീരിയലുകളും എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ജനലുകളുടെ ഭാഗം പറയുകയാണെങ്കിൽ മുമ്പൊക്കെ കൂടുതലും മരം കൊണ്ടുള്ള ജനലുകളായിരുന്നെങ്കിൽ ഇന്ന് ട്രെൻഡ് ആയിട്ടുള്ളത് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോർസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റീൽ വിൻഡോസും ഡോർസും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ട്രെൻഡ് ആയിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മൾ വീടിന് മാച്ച് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യണം. ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസൈൻ അത് മാച്ച് ആയി കിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഒരു സ്റ്റീൽ വിൻഡോ ആണ് ഇത്. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ് ഇത്. നിങ്ങൾക്ക് കാണാം ഇവിടെ മുകളിലും താഴെയായിട്ട് നമ്മൾ ടവർ ബോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫോൾഡിങ് ടൈപ്പാണ്, പുറത്തോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 4 ഡോറുകളാണ് ഇതിന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ പ്രത്യേകത, ഓരോ ഡോറ് മാത്രമായിട്ടും തുറക്കാം എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാസ് ചെയ്യാൻ ഇതിൻ്റെ ഒരു സിംഗിൾ ഡോറ് തുറന്നാൽ മാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാ ഡോറും ഓപ്പൺ ആക്കണമെന്നില്ല. പക്ഷെ ചില ആവശ്യങ്ങളിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ആ സ്പേസ് മൊത്തത്തിൽ നമുക്ക് തുറന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 ഷട്ടറും നമുക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഇവിടെ ലോക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസും ഇതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കാര്യങ്ങളും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റ GI ഷീറ്റാണ്. GI ഷീറ്റ് 16 ഗേജിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം സൈസ് വന്നിട്ട് 4-3 സൈസിലുള്ള ഔട്ടർ ഫ്രെയിമുകളാണ് നമ്മൾ ഇതിന് സൈസായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിൻ ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒരു പ്രത്യേകതര ഒരു ഡിസൈൻ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു ഈ ബീഡിങ് അയച്ചെടുത്താൽ സ്ക്രൂ വെച്ചിട്ടുള്ള ബീഡിങ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ടാറ്റ GI ഷീറ്റ് തന്നെ ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യേണ്ടത്. ഒരു 6 mm, ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 6 mm ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 4 ഷട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 4 ഡോറും നമുക്ക് സെപ്പറേറ്റ് തന്നെ പുറത്തോട്ട് ഫോൾഡ് ചെയ്ത് തുറക്കാം. ഇവിടെ കീ ലോക്ക് കൊടുത്തിട്ടുണ്ട്. കീ ലോക്ക് കൂടാതെ നമ്മൾ ടവർ ബോൾട്ട്സും കൊടുത്തിട്ടുണ്ട്. താഴെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകളിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോറിനും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് അകത്തുനിന്ന് നമുക്ക് കീ ഇല്ലാതെയും തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള, തുറക്കാനും അടക്കാനും പറ്റുന്ന രീതിയിലുള്ള ലോക്കാണ്. ഔട്ട് സൈഡിൽ നിന്ന് മാത്രമാണ് കീ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഇതിനൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോറിന്. അതുപോലെ ഇതിൻ്റെ സൈസിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് 2.35 ആണ്. 2.35 ഏകദേശം 8 അടിയോളം വരും. 7 അടി 7 ഇഞ്ചാണ്. വിഡ്ത്ത് വന്നിട്ട് 2.5 മീറ്ററാണ്. 8 അടി